ഹായ്, നമുക്ക് ഇന്നൊരു മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന ഒരു പിരാനോ ചിരട്ടക്കനലിൽ ചുട്ടെടുത്താലോ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ. ചുടാനുള്ള അടപ്പ് ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 4 സിമൻറ്റ് ഇഷ്ടിക മതി. അതിലേക്ക് കുറച്ച് ചിരട്ട എടുത്തിടാം. നമുക്ക് ഈ ചിരട്ട ആദ്യം തന്നെ കത്തിച്ചാലല്ലേ കനലുണ്ടാവുള്ളൂ. ചിരട്ടയ്ക്ക് ചെറിയൊരു തീ കൊടുക്കാം. ഒരല്പം ടിന്നർ ഒഴിച്ചു കൊടുക്കാം. അതിൽ പിന്നെ ചിരട്ടയൊക്കെ കത്തി വരുമ്പോഴത്തേക്കും വൈകിട്ട് സമയം ഒത്തിരി ആവും. നമുക്കിതിനൊന്ന് വരഞ്ഞ് സെറ്റാക്കി എടുക്കാം. എന്നാലും നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചാണ് മസാല അതിലേക്ക് നല്ല ഭംഗിയായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഇറങ്ങി നല്ല ടേസ്റ്റ് ആവുള്ളൂ. നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചാണ് മസാല ഒന്ന് വെച്ചെടുത്താൽ അതൊരു ചെറുനാരങ്ങയുടെ നീരൊന്ന് നമുക്ക് ഇനിയിപ്പോൾ ഇതിലൊന്നേ നന്നായിട്ടൊന്ന് മസാല തേച്ചെടുക്കാം. അതിന് മുമ്പ് നമുക്കൊന്ന് അല്പം ചെറുനാരങ്ങ, ഒരു കഷ്ണം ചെറുനാരങ്ങ ഒന്ന് പയ്യെ 2 സൈഡിലായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അല്പം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ തയ്യാറാക്കി വെച്ചാണ് ഒരു മസാല കൂട്ട് പോലെ തയ്യാറാക്കിയതാണ് കേട്ടോ. ഇത് എന്ന് പറഞ്ഞാൽ നമ്മുടെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഉപ്പ് എല്ലാം കൂടി മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചാണ്. ഒന്ന് ഇതിൻ്റെ മേളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് അടിപൊളിയായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കണം. അതിൽ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഇറങ്ങാൻ പാകത്തിനും. ഇതിൻ്റെ ഇടയ്ക്കായിട്ടൊക്കെ നന്നായിട്ടൊന്ന് ഇറക്കിയിട്ട് മറിച്ചിട്ടും അതുപോലെ തന്നെ ചെയ്യാം. അല്പം കുരുമുളക് ചുട്ടു നോക്കാം, എന്താവുമെന്ന് അറിയില്ല. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. റെഡി ആവുമെന്നുള്ള പ്രതീക്ഷയിലാണ് ചെയ്യണേ. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഇത് ഒഴിച്ചു കൊടുത്തിട്ട് സംഗതി ഒന്ന് സെറ്റാക്കി ഇടുക. ഉണ്ടോ, ഗ്യാപ്പിലേക്കൊക്കെ ഇറക്കി അപ്പം മസാല അതിൻ്റെ അകത്തേക്ക് ഒഴിച്ച് സെറ്റാക്കിയിട്ട് 3-4 തക്കാളിയുടെ പീസും 2 സവോളയും അകത്തങ്ങോട്ട് കയറ്റി വയ്ക്കുക. നമുക്ക് അത് മസാലയിൽ കുളിച്ച് ഇച്ചിരി മസാലയുടെ കിടക്കട്ടെ. ചുട്ട് കഴിയുമ്പോൾ അടിപൊളിയായിരിക്കണം, അതാണ് നമ്മുടെ പോളിസി. ഇനിയാണ് നമ്മുടെ നെക്സ്റ്റ് പ്രോഗ്രാം. ബാക്കിയുള്ള സവാളയും തക്കാളിയുടെ ഇതിലേക്ക് ഇട്ടേക്കാം. അടിഭാഗത്തിന് ഇറങ്ങിയിട്ടിരിക്കട്ടെ. വെറൈറ്റി ചുടലാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കണേ. എന്താവുമെന്ന് കണ്ടറിയാം. അപ്പോൾ നമുക്ക് ഓയിൽ പേപ്പറിൽ പൊതിഞ്ഞ് വെച്ചേക്കണേ മീനേ നമുക്ക് ആ കനലിലേക്ക് വെച്ച് കൊടുക്കാം. ചിരട്ടക്കനലിൽ 2 സൈഡും വേവാൻ വേണ്ടി മറിച്ചും തിരിച്ചുവിട്ട് വേവിച്ചെടുക്കണം. എന്നാലാണ് 2 സൈഡും നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. അങ്ങനെ നമ്മുടെ മീൻ ചുട്ടത് റെഡി ആയിട്ടുണ്ട് എന്നുള്ള കാൽക്കുലേഷനിൽ നമുക്കൊന്ന് എടുക്കാം. നല്ല ചൂടാണ്. നമുക്കെടുത്ത് തുറന്നു നോക്കാനുള്ള സെറ്റപ്പ് ചെയ്യാം. നല്ല ചൂടാണ്, തുറന്നു നോക്കാം എന്താ സംഭവിക്കേണ്ടെന്നുള്ളത്.
ഭയങ്കര ചൂടാ, ഭയങ്കര ചൂട്. കൈ പൊള്ളി പോണ ചൂടുണ്ട്. അതൊന്ന് തുറന്നു നോക്കാം. ആ നമുക്ക് തുറന്നു നോക്കാം. ഓ, നല്ല ചൂട്. സംഗതി നന്നായിട്ട് വെന്ത അടിപൊളിയായിട്ടുണ്ട്. നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. നമുക്ക് എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ആദ്യം ചൂടായിരുന്നു, ചൂടൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. എന്തായാലും എങ്ങനെയുണ്ടെന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇവിടെ നിന്ന് ഒരു റേഷൻ എടുക്കാം. ഓ, നല്ല അടിപൊളിയായിട്ടുണ്ട്. നോക്കാം. അടിപൊളിയായിട്ടുണ്ട്. ശരിക്കും നമ്മൾ ഈ അൽഫാം കഴിക്കുന്ന ചിക്കൻ്റെ അൽഫാം കഴിക്കില്ല, അതുപോലെ തന്നെ മീനിൻ്റെ അതിൻ്റെ ആ ഒരു ടേസ്റ്റിലേക്ക് മീൻ വന്നിട്ടുണ്ട് അല്ലേ. സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സമയമൊക്കെ കിട്ടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിൾ മെത്തേഡാണ്. ഞാൻ ആദ്യമായിട്ട് ചെയ്താണ്, ശരിയായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും അടിക്കാൻ മറക്കല്ലേ. അപ്പോൾ പുതിയൊരു ഐറ്റമായിട്ട് വരാം. ഓക്കെ, താങ്ക് യു.